സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ അച്ചടക്ക സമിതിയുടെ അന്വേഷണം ഇന്ന് തുടങ്ങുകയാണ്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുത്തതിൽ പരിശോധനയുണ്ടാകും. അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 3 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി വി ഗിരീഷ് തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വാർത്ത ചോരുന്നതൊക്കെ കോൺഗ്രസിലെ ആദ്യ സംഭവമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചാരണങ്ങൾ നടക്കുന്നത്. നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് തന്നെ ഇങ്ങനെയുള്ള മോഷ്ടാക്കൾ സ്ഥലത്തൊക്കെ ഉള്ളതുകൊണ്ടല്ലേ? പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിനുള്ളിലെ സംഘടനാ സംവിധാനം നമുക്കറിയാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റി നടന്നാൽ ഇതിൽ ഉയരുന്ന വിമർശനങ്ങളും അതിനുള്ള മറുപടികളും തത്സമയം തന്നെ വാർത്തയായി മാറാറുണ്ട്. ഇത് കോൺഗ്രസിൽ ഒരു പുതുമയല്ല. പക്ഷേ ഇത്തവണ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ തനിക്കെതിരെ നിരന്തരമായി ഇത്തരത്തിൽ വാർത്ത പുറത്തു നൽകുകയും അങ്ങനത്തുള്ള ആൾക്കാരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള ചുമതല ഏറ്റെടുക്കില്ല എന്ന വി ഡി സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. ഈ സമ്മർദ്ദ തന്ത്രത്തിന്റെ പിന്നാലെയാണ് സംസ്ഥാന കോൺഗ്രസിലെ വിഷയങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അച്ചടക്ക സമിതിക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുറ്റക്കാരെ കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അതായത് ഈ അസാധാരണമായ ഒരു അച്ചടക്ക നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ചുമതല മിഷൻ 2025 ചുമതല വി ഡി സതീശൻ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ KPCCയിലും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലും ഉടലെടുത്തത്. ഇതിന് പിന്നാലെ ചേർന്ന KPCC ഭാരവാഹി യോഗം, ഈ ഭാരവാഹി യോഗത്തിലേക്ക് വി ഡി സതീശനെ ക്ഷണിച്ചിരുന്നില്ല. ഓൺലൈനായിട്ടാണ് ഈ ഭാരവാഹി യോഗം ചേർന്നത് തന്നെ. ഈ ഭാരവാഹി യോഗത്തിൽ കടുത്ത വിമർശനം വി ഡി സതീശനെതിരെ ഉയർന്നു. സൂപ്പർ KPCC ആകാനുള്ള ഒരു ശ്രമമാണ് വി ഡി സതീശൻ നടത്തുന്നതെന്നാണ് ചില ഭാരവാഹികൾ ഉന്നയിച്ചത്. ഈ ആരോപണം സഹിതം തൊട്ടടുത്ത നിമിഷം വാർത്തയാവുകയും ചെയ്തു. ഇതാണ് വി ഡി സതീശനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കാരണം തനിക്കെതിരെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ തരത്തിൽ തുടർച്ചയായി അപമാനിതനായി മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ മിഷൻ 2025 ചുമതലകൾ ഏറ്റെടുക്കാനും കഴിയില്ല എന്ന വി ഡി സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. തൊട്ടു പിന്നാലെയാണ് ഹൈക്കമാൻഡിൽ നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇത് സംബന്ധിച്ച അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇന്നലെ നിർദ്ദേശം നൽകിയത്. തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ന് തന്നെ പ്രവർത്തനം തുടങ്ങും. 3 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഇതിനുശേഷം ഹൈക്കമാൻഡ് ആയിരിക്കും ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഓക്കെ, അതെന്തായാലും അങ്ങനെ നടക്കട്ടെ ഗിരീഷ്. ഇന്ന് നല്ല കനത്ത മഴയാണല്ലോ. ഗിരീഷ് നിൽക്കുന്നത് നല്ല മഴയിലാണെന്ന് മനസ്സിലാകുന്നു. എങ്ങനെയുണ്ട് തലസ്ഥാന നഗരിൽ മഴ? പൊതുവെ ഇന്ന് കേരളത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് കാര്യമായി ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് സംസ്ഥാനത്ത് ഇടത്തരം മഴ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. പക്ഷെ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇപ്പോൾ മഴ പെയ്തു തുടങ്ങി. കനത്ത മഴ തന്നെ തിരുവനന്തപുരത്ത് നഗരത്തിലും അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റു ജില്ലകളിലും ഇടത്തരം മഴ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം കർണാടക, ലക്ഷദ്വീപ്, കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക തീരത്ത് മാത്രമായിരുന്നു വിലക്കുണ്ടായിരുന്നത്. ബാക്കി പ്രദേശങ്ങളിലെ വിലക്ക് നീക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുതിയ മഴ മുന്നറിയിപ്പിന്റെയൊക്കെ സാഹചര്യത്തിൽ ഈ 3 പ്രദേശങ്ങളിലും കടൽ തീരങ്ങളിലും മത്സ്യബന്ധനത്തിന്